ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ മസാല ദോശയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു മസാലയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു കുക്കറിലോട്ട് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ്, ആവശ്യത്തിനുള്ള ഉപ്പ്, വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് 4 വിസിൽ വരെ വേവിച്ചെടുക്കുക. അതിനുശേഷം ചൂടായ ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ച ഒനിയനാണ് അത് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് കൂടി ചേർത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. ഇതിലെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ആഡ് ചെയ്താൽ മതി. ഇപ്പം നമ്മുടെ ഒനിയനെല്ലാം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ചതാണ് അത് ആഡ് ചെയ്തിട്ട് ഒന്നുകൂടെ വഴറ്റിയെടുക്കുകയാണ്. 4 വിസിലിന് ശേഷം നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഒനിയന് നന്നായി വഴന്നിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ചില്ലി പൗഡർ, 1/2 ടീസ്പൂണ് ഗരം മസാല ഇത്രയും ചേർത്തിട്ട് വഴറ്റി കൊടുക്കുക. പൊടിയുടെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് എല്ലാം അതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിനുള്ള ഉപ്പ് കുറച്ചുകൂടി ആഡ് ചെയ്യുക. കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ മസാലയ്ക്ക് ടേസ്റ്റ് കൂടും. നിങ്ങൾക്ക് വേണമെങ്കിൽ മല്ലിയിലയും കറിവേപ്പിലയും ഇടാം. ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശയുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും താങ്ക് യു. ബൈ.